നെല്ലിക്ക വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള അച്ചാർ ഉണ്ടാക്കി വയ്ക്കും, പിന്നെ ഉപ്പിലിട്ട് വയ്ക്കും. ഈ രീതിയിലുള്ളൊരു അച്ചാറും കൂടി ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴവും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ള നല്ല രുചിയുള്ളൊരു അച്ചാറാണിത്. എടുത്തിരിക്കുന്നത് 8 നെല്ലിക്കയാണ്. വലിയ നെല്ലിക്കയില്ലേ, അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിൽ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പച്ചമുളക് ഒരു 4-5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച ചുവ മാറിക്കഴിയുമ്പോൾ 1 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും അത് റെഡിയായി കിട്ടും. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ അച്ചാറിന് മൊത്തത്തിലുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ആ നെല്ലിക്ക നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് അതിനൊന്ന് വഴറ്റിയെടുക്കണം. വെന്ത് പോകരുത്, അതിന് മുമ്പ് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുരുവെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ മൂത്തങ്ങ് പോകണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. ആ എണ്ണയിലൊന്ന് ആ മുളക് പൊടി പുരണ്ട് കഴിയുമ്പോഴേക്കും ഈന്തപ്പഴം ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈന്തപ്പഴവും നെല്ലിക്കയും കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിൽ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചേർക്കുന്നത് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ അടുപ്പിച്ച് കായ്പ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ 1 ടീസ്പൂൺ അടുപ്പിച്ച് നല്ലെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചൂട് നന്നായിട്ട് പോയി കഴിയുമ്പോൾ ഒരു ചില്ല് കുപ്പിയിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.